രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസ് പൂട്ടാൻ ശ്രമിച്ച് ബി.ജെ.പി. പ്രവർത്തകർ. എം.എൽ.എ. ഓഫീസ് ഉപരോധത്തിനിടെയാണ് ഓഫീസ് പൂട്ടാൻ ശ്രമിച്ചത്. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ ഓഫീസിന്റെ ബി.ജെ.പി. പ്രവർത്തകർ പൂട്ടാൻ ശ്രമിക്കുകയാണ്. പൂട്ട് ഉപയോഗിച്ചുകൊണ്ട് എം.എൽ.എ. ഓഫീസ് പൂട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ബി.ജെ.പി. പ്രവർത്തകർ നടത്തുന്നത്. അതേസമയം ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ്. ബി.ജെ.പിയുടെ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തി 1 മാസമാവുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു സമരം നടത്തുന്നത്. മാത്രമല്ല, ഇന്ന് രാഹുൽ പാലക്കാട്ടേക്ക് വരാനുള്ള ഒരു നീക്കം നടത്തുന്ന സാഹചര്യത്തിൽ ഇന്ന് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടൊക്കെയായി പാലക്കാട്ടേക്ക് രാഹുൽ എത്തും എന്നുള്ള ഒരു വിവരം വന്ന പശ്ചാത്തലത്തിൽ കൂടെയാണ് ബി.ജെ.പി. പ്രവർത്തകർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആ ഓഫീസ് പൂട്ടുപയോഗിച്ചുകൊണ്ട് പൂട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. അതേസമയം തന്നെ എം.എൽ.എ. ഓഫീസ് പൂട്ടാൻ ശ്രമിക്കുന്ന ബി.ജെ.പി. പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ച. ബി.ജെ.പിയുടെ ഓരോ പ്രവർത്തകരെയായിട്ട് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ബി.ജെ.പി. പ്രവർത്തകർ ഇപ്പോൾ കയ്യിൽ പൂട്ടുമേന്തിക്കൊണ്ട് ആ ഗേറ്റ് പൂട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഏതായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വരാനിരിക്കെ ബി.ജെ.പി. പ്രവർത്തകർ നടത്തുന്നത്. രാഹുലിനെ പാലക്കാട്ടേക്ക് കാല് കുത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്. പ്രധാനമായിട്ടും എം.എൽ.എ. ഓഫീസിലേക്ക് അകത്തേക്ക് കയറാൻ രാഹുലിനെ സമ്മതിക്കില്ല. ഒപ്പം തന്നെ രാഹുലിനെ പാലക്കാട്ടെ ഒരു ഔദ്യോഗിക പരിപാടിയിലാണെങ്കിലും സ്വകാര്യ പരിപാടികളിലാണെങ്കിലും ഒന്നും പങ്കെടുക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ളതാണ് ബി.ജെ.പി. പ്രവർത്തകർ പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോൾ ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ്. ശക്തമായ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. അതേസമയം തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും ശക്തമായിട്ട് തന്നെ രാഹുലിന്റെ ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. രാഹുൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള ശക്തമായ നിലപാടിലാണ് ബി.ജെ.പി. പ്രവർത്തകർ. ഇപ്പോൾ ഓരോ പ്രവർത്തകരെയായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ്. ഇന്നിപ്പോൾ അതിരാവിലെ തന്നെ ബി.ജെ.പി. പ്രവർത്തകർ എം.എൽ.എ. ഓഫീസിലെത്തിയാണ് ഇത്തരം ഒരു പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ പാലക്കാട്ടേക്ക് വരുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. 2 തരത്തിലായിരുന്നു. ഒന്ന്, ഷാഫി പറമ്പിൽ പക്ഷം രാഹുലിനെ വീണ്ടും പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തി ഇവിടെ സജീവമാക്കാനുള്ള ശ്രമങ്ങളാണ് ഒരു വശത്ത് നടത്തുന്നത്. മറുവശത്താണെങ്കിൽ മറ്റ് DCC നേതൃത്വം ഉൾപ്പെടെ പാലക്കാട്ടേക്ക് രാഹുൽ വരുന്നത് വലിയ രീതിയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കും എന്നുള്ള നിലപാടിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി. പ്രവർത്തകർ രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ ഇന്നോ നാളെയോ ആയിട്ട് എത്തുമെന്ന വിവരമിരിക്കെ രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ എം.എൽ.എ. ഓഫീസിനകത്തേക്ക് കടക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എം.എൽ.എ. ഓഫീസ് പൂട്ടാൻ ശ്രമിക്കുകയും ഒപ്പം എം.എൽ.എ. ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകളും പ്ലക്കാർഡുകളും ഒക്കെ പതിക്കുകയും ചെയ്തത്. ഏതായാലും ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതേസമയം തന്നെ ശക്തമായ സമരമാണ് ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ബി.ജെ.പി. തുടർന്ന് ഇന്ന് രാവിലെയാണ് അതിശക്തമായ പ്രതിഷേധം അലയടിച്ചത്. എന്തായാലും ബി.ജെ.പി. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും പോലീസ് സ്റ്റേഷൻ ബി.ജെ.പി. ഉപരോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്.